അത് ഇറച്ചി വറക്കാം. ഇത് തണുത്തിട്ട് ഇനിയും ഉണ്ട്, ഇത് ചതച്ചെടുക്കണം. എന്തായാലും മാളുവേ എവിടെ നിന്ന് പൊക്കി പിടിച്ചോണ്ട് വരുന്നോ എന്തോ. ബീഫ് മിക്സർ വേണം ചേച്ചി. കത്തിയൊക്കെ തേക്കണല്ലോ. മൂർച്ച കൂട്ടിയത് അമ്മായി തന്നെ. നേരത്തെ പോയിട്ട് താമസിച്ചോണ്ട് ഇനി എന്നെ. ഒയ്യോ അമ്മായിനെ കണ്ടല്ലോ. ആടെ പൊളി. മാറിക്കോ. സവാള നൈസായിട്ട് ഇങ്ങനെ അരിയണം. നമ്മൾ ബിരിയാണിക്ക് വറുത്ത് കോരത്തില്ലേ, അതുപോലെ വറുത്ത് കോര. സവാള മാത്രം മതി. യെസ്, സവാള മാത്രം മതി. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും. നമസ്കാരം സാറേ. മോളെ ആ ഇത് വേണോ? മിടുക്കി. ഇതവിടെ കൊണ്ട് വെച്ചേച്ച്. ഞാനാ? നീയല്ലേ അവിടെ എവിടെ കൊണ്ടിട്ടിട്ട് വന്നത്? ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയപ്പോ കണ്ടു, എടുത്തോണ്ട് വന്നു. ഓക്കെ, ഞാൻ പോണു. അമ്മായി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അത് മതിയോ? മുളക് പൊടി മതി. ഇത് വേണ്ടേ? ആ മീറ്റ് മസാല, കുരുമുളക് പൊടി. ഇന്നെല്ലാം കുറേശ്ശെ കുറേശ്ശെ മതി. മല്ലിപ്പൊടി അല്ലേ? അമ്മായി മൂടി എടുത്തോണ്ട് വരോ? അമ്മായി ഒരു ഹെൽപ്പ് കൂടെ ചെയ്യണം. ഈ വെള്ളം കളഞ്ഞിട്ട് നല്ല വെള്ളം ഇത്തിരി മതി, ഒരുപാടൊന്നും വേണ്ട. മതി. അല്ല, ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. നമുക്കിന്ന് അധികം വെള്ളം വേണ്ട. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഇന്ന് ഞാൻ അമ്മായിക്ക് ഒരു വെറൈറ്റി കാണിച്ചു തരാൻ പോവാ, കട്ടിങ്. പക്ഷെ അത് ശരിയായില്ലെങ്കിൽ എന്നെ കളയാക്കരുത്. അത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. നോക്കട്ടെ, നമ്മളെല്ലാം പരീക്ഷിച്ചല്ലേ നമ്മള് ശരിയാവുന്നത്. ഇനി അഥവാ ശരിയായില്ലെങ്കിൽ മാള് വരുമ്പോ പറഞ്ഞും കൊടുക്കരുത്. ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന കാരണം ആദ്യം തന്നെ ചിലപ്പോ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അമ്മായി അടിപൊളിയാണെങ്കിൽ മാത്രം മാളുവിനോട് പൊക്കി പറയണം, കൊള്ളൂല്ലെങ്കിൽ മിണ്ടരുത്. ശരിയായി. അടിപൊളി. ഞാൻ പറയാം. പൊക്കി പറയോ?
അമ്മ അത് കഴിക്കൂല അല്ലേ? ഞാൻ കഴിക്കും, ഞാൻ എല്ലാം കഴിക്കും. പണ്ട് എൻ്റെ ചെറിയ നാളിലൊക്കെ ചെറുപ്പകാലത്ത് എന്തുമാത്രം ഇതൊക്കെ കഴിച്ചതാണ്. വന്ന് അവിടെയൊക്കെ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊന്നും വേണ്ട. എന്താ അതൊന്നും അമ്മ ഒന്നും കഴിക്കാം. ഒരു ഭക്ഷണത്തിനും എനിക്ക് എത്ര എന്താന്ന് എനിക്കറിയില്ല. എന്റെ സങ്കടം എന്താണെന്നറിയോ? അമ്മായിനെ പോലെ വയസ്സാവുമ്പോ ഞാനും ഇതുപോലെ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞോണ്ടിരിക്കുവോന്നാ. എനിക്ക് അത് മാത്രം സങ്കടമുള്ള അമ്മായി. കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ? കായം വേണ്ടേ? കായൊക്കെ ഇട്ട് എല്ലാം ഞാൻ ഇതിലിട്ട്. ജീരകം, രസം ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ. ജീരകം, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവ, കായം, ഇത്ര ഇട്ടു. അതൊഴിച്ചോ, ബീട്രൂട്ട് വേവിച്ചത് ഒഴിച്ചോ. ഇതാ പുളിവെള്ളം ഒഴിച്ചോ മതി. പുളി ഇനിയും വേണേ? ഒഴിക്കാം. ഇതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടേ. പുളി കൂടി പോവില്ലേ? ഇല്ല, ഇത് രജമാണ്, രജം. രഥോ? എന്റെ പൊന്നോ, രസം. ഇനി ഒഴിച്ചോ, വെള്ളം വേണം, വെള്ളം വേണം, ഒഴിച്ചോ. പുളി പോരെ? വേണം, വേണം. വെള്ളം ഇനിയും വേണം. പുളി മതിയാ? അല്ല, പുളി ഒഴിച്ചോ, ആ പുളിയിൽ ഒഴിച്ചോ. വെള്ളം ഒഴിക്കാതെ ഒഴിക്കട്ടെ. ഒരു ഗ്ലാസ് കൂടെ ഒഴിച്ചു മതി. ഞാനിത് ഇറക്കുമ്പോൾ അമ്മ ആ ചീനച്ചട്ടി വെച്ചോട്ടാ. രണ്ട് കറിവേപ്പില ഇട്ടോ അമ്മായി. ഒരു നുള്ളു പഞ്ചസാര. അമ്മായി ആ കുരുമുളകും കൂടി എടുത്തോ. പോരെ? കുരുമുളക് പോരെ? ഇട്ടോ, കുരുമുളക് ഇട്ടോ. അതന്നെ അതന്നെ, അത്രേ ഉള്ളൂ. ഇട്ടോ. ആ മതി മതി, ഇട്ടോ. സുന്ദരി കറിയായില്ലേ? ചുവന്ത കറി, ചുവന്ത കറി. ഇത് കറിയല്ല, രസമാ. രസം, ചുവന്ത രസം. ഉരുളി വെച്ചോ അമ്മായി. ഇത് വറുത്തിട്ടല്ലേ വറക്കണം? ഇല്ല, അത് ഇറച്ചി വറക്കാം. ഇതിന് ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഇനിയും പരിപാടിയുണ്ട്.
അമ്മായി ഓ ആ വെളുത്തുള്ളി ഇടിച്ചു തരുമോ? ഓ ചതഞ്ഞ മതിയല്ലേ? ചതഞ്ഞാ മതി. ഇനി ഇത് തണുത്തിട്ട് ഇനിയും ഉണ്ട്, ഇത് ചതച്ചെടുക്കണം. നമുക്ക് രണ്ടുപേർക്കും മാറി മാറി ചതയ്ക്കാം. കല്ല് പോലെ ഉണ്ടല്ലോ അമ്മായി. കളിയോടക്കി കൊത്തങ്കല്ല് കളിച്ചാലോ ബീഫ് വെച്ചിട്ട്? എന്തിനാ ഞാൻ അവിടെ ഇട്ട് കുഴക്കുന്നേ പറ. അതെല്ലാം ഇതുള്ള അവരെ അറിയാപ്പോ എന്തുകൊണ്ട് ഞാനിത് കൂടുതലിട്ടില്ല? ബീഫ് ഞാൻ കുറെ ഇട്ടു, എന്തുകൊണ്ട് ഇത് ഞാൻ കൂടുതലിട്ടല്ല? മൊരിഞ്ഞിട്ടാൻ താമസിക്കും, അതുകൊണ്ട്. എല്ലാം അറിയാ കള്ളിപ്പണി. പിന്നെ എനിക്ക് 5 വയസ്സല്ലേ. അമ്മായിനെ ഞാൻ വേലക്കള്ളി എന്ന് പേരിടാൻ പോവാ. ഇട്ടോ വേലക്കള്ളി. എന്നെ വേലക്കള്ളിന്ന് വിളിച്ചെന്തിനാ? അതല്ലേ കരിഞ്ഞില്ലല്ലോ. ഈ പരുവാണ് വേണ്ടത് നമുക്ക്. ബിരിയാണി പരുവാ. കഴിക്കൂലേ പിന്നെ? ഇത് അമ്മായി ഒന്ന് തണുത്തതിന് ശേഷം കഴിച്ചു നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. തണുത്തതിന് ശേഷം, ചൂടോടെ കഴിക്കല്ലേ. അമ്മ ഈ പൊട്ടുകടലേക്ക് എന്താ പറയാ? പൊട്ടുകടല. അല്ല നിങ്ങളിനി വെള്ളക്കൊക്കെ നിങ്ങൾ എന്തൊക്കെയോ പറയുമല്ലോ, അതുപോലെ ഇതിന് വല്ല പേരുണ്ടോന്ന് വിചാരിച്ചു ഞാൻ. അതിപ്പോ ഓരോ നാട്ടിലും ഓരോ രീതിയിൽ പറയും. അതിനൊക്കെ ഇനി ഇങ്ങനെ കുറ്റം പറയാൻ എന്റെ പൊന്നെ, ഞാൻ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ലേ. എന്തായാലും മാളുവേ ഈ ഇങ്ങനെ മിച്ചർ വേണം എന്നുള്ളത് ഇത്രയും കാലം അവള് പറഞ്ഞില്ല. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയപ്പോ അവൾക്ക് മിച്ചർ വേണം. ഇതാണ് വെളിച്ചെണ്ണക്കളിയാ മൊത്തം. അതുവരെ അവൾക്ക് അതൊന്നുമില്ല. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് അവളെ കുറ്റമല്ലല്ലോ, പറയണത് അവളെ ശരി. എവിടെ നിന്ന് പൊക്കി പിടിച്ചോണ്ട് വരുന്നോ എന്തോ. ബീഫ് മിച്ചർ വേണം ചേച്ചി. മൂത്തമ്മായി മതി മതി. ഉറപ്പാണോ? ഉറപ്പ്. മൂത്താ നോക്കിയേ. മൂത്താ പിടിച്ചേ. ഈ പരുവത്തിൽ അമ്മായി ബാക്കി കരുവേപ്പിലും കൂടെ വാരിക്കോരുവോ? ഞാൻ പോയി ആ ബീഫ് ഇടിക്കട്ടെ കേട്ടാ. ഈ പരുവത്തിൽ ഒരുപാട് കരിയരുതേ. കറിവേപ്പില വറുത്തിട്ടേ ഒരു പിടി കടലയും കൂടി വേണമെങ്കിൽ ഇട്ടോ. എന്നിട്ട് ഇത് പരിപാടി കഴിഞ്ഞിട്ട് അമ്മായി ചീനച്ചട്ടി എല്ലാം മാറ്റിക്കോ കേട്ടാ. നമുക്ക് ഇവിടെ ഒന്ന് ഞാൻ മിക്സ് ചെയ്യാം. ഞാൻ ചതച്ചിട്ട് വരാവേ. മതിയാ? സൈഡ് കുറച്ച് ഇടാ 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 ഇടാ. കുറച്ച് ബീഫ് ഇട്ടമ്മായി. ബീഫ് ഉപ്പ് നോക്കട്ടെ. ഉപ്പ് നോക്കിയാ ഉപ്പ് കുറവാന്ന് തോന്നുന്നു. ഉപ്പ് കുറവാ.
എന്താ സംഭവം? മീറ്റ് മസാല. അപ്പൊ ഇതെപ്പോ ഇടണെ? ഇട്ടോ. അത് വെളുത്തുള്ളി അല്ലേ? ഇട്ടോ. വെളുത്തുള്ളി മുഴുവനോട്ട് ഇത് സ്പ്രെഡ് ചെയ്തിട്ടോ. ഇറച്ചിട്ടോ, മൊത്തം ഇട്ടോ. കൂടിപ്പോവല്ലേ? സവാള ഇട്ടോ. മതി. എണ്ണ വേണ്ട, എണ്ണ വേണ്ട, എണ്ണ വേണ്ട. കുറച്ച് നാരങ്ങ, ഒരുപാട് വേണ്ട. കയ്യിലിങ്ങനെ എല്ലായിടത്തും ആക്കി തളിച്ച് 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 തളിച്ചാക്ക്. നിൽക്കേ, ഇളക്കട്ടെ. അമ്മായി പോയി ടേബിൾ സെറ്റ് ആക്കിക്കോ. ഞാൻ കൊണ്ടുവരാം. ഇനി അത് ചൂടാക്കണ്ടേ? ഏത്? ഇനി ഇതിനൊന്നും വേണ്ട, ഇത് സെറ്റായി. മതി. കുറച്ച് മതി. ഒച്ച പറഞ്ഞു, എനിക്ക് കേക്കാം. കുറച്ച് മതി ഇതാണ് പാട്ട് പാടും. ഞാൻ ആദ്യം രസം അങ്ങോട്ട് എടുക്കട്ടെ. അടിപൊളി, സൂപ്പർ. കഴിക്കാമായി. എന്ത് നോക്കിയിരിക്കണം? കഴിക്കാം. സൂപ്പർ. മാളുവിന്റെ മിക്സ്ചറും കൊള്ളാം. എനിക്ക് കുറച്ചുകൂടെ എരിവ് വേണമായിരുന്നു. ഇല്ലല്ലേ? രണ്ടും അടിപൊളി കോമ്പിനേഷൻ അല്ല? മിക്സ് ചെയ്ത് വെച്ച് നോക്കിയാ. എന്താ കളറെല്ലാം മതി. മാളുവിന് ഭയങ്കര ഇഷ്ടവും. അവൾക്ക് എൻ്റെ രസം, മീൻകറി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സമയത്തിന് ഒന്നും കഴിക്കാൻ പറ്റണില്ലല്ലോ. അതെ, നിറയെ ഒഴിച്ച് വയ്ക്കാം രസം. കുറേ ഒഴിക്കണ ഇഷ്ടമല്ല. ആണോ? ഇഷ്ടമല്ല.